ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സ്റ്റൂ നാടൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിലേക്ക് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2-3 കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. ഒരു 4-5 കഷ്ണം കുരുമുളക് ഇട്ട് കൊടുക്കാം. ഒരു 5 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ചൂടായതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 3-4 അല്ലി വെളുത്തുള്ളി. ഇതങ്ങ് ഒത്തിരി മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് സവാള ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. 2 സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്നും ഇളക്കണ്ട. ഒന്ന് ജസ്റ്റ് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിക്ക് ആവശ്യമായ ഒരു 1/4 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ഏകദേശമൊക്കെ വഴണ്ടിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 150 ഗ്രാം ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പ് അവരവരുടെ ആവശ്യം അനുസരിച്ച് ഇട്ട് കൊടുക്കണേ. ഒരു 1/2 സ്പൂൺ ഗരം മസാല പൊടിച്ചുകൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് വേകാൻ വേണ്ടി നമുക്ക് ഇനി അത് അടച്ചു വെക്കാം. ചിക്കനൊക്കെ ഒന്ന് വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2-ാം പാൽ ഒരു മുറി തേങ്ങയുടെ പാലാണ്, 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിക്കനും വെജിറ്റബിൾസും എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങൊക്കെ വേണേൽ നമുക്കൊന്ന് ഇങ്ങനെ കറിക്കകത്ത് ഉടച്ചു കൊടുക്കാം. നല്ല വെന്തിട്ടുണ്ട്. ഇതിലേക്ക് കടുക് വറുക്കാം. ഇനി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4-5 ചെറിയ ഉള്ളി അരിഞ്ഞത് നമുക്കിട്ട് കൊടുക്കാം. അത് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 1-ാം പാൽ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. തിളയ്ക്കണ്ട. അപ്പോഴേ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിലോട്ട് നമുക്ക് ഈ കടുക് വറുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചുമന്നുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 അണ്ടിപ്പരിപ്പ് കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കടുക് വറുത്ത പാടെ അത് തുറന്ന് വെക്കണ്ട, ഇച്ചിരി അടച്ചു വെച്ചിരുന്നാൽ മതി. അതിൻ്റെ മണമെല്ലാം അതിനകത്ത് പിടിക്കാൻ വേണ്ടിയാണ്. ഇനി ഇച്ചിരി നേരം ഇരിക്കുമ്പോൾ ഇതങ്ങ് നല്ല കൊഴുത്ത് നല്ല കറിയായിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ സ്റ്റൂ. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്